വൗ എൻ്റെ മോനെ ഒരു നോക്കിയേ ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കിയോ. ഇവിടെ വേടാ, ഇങ്ങോട്ട് വേടാ. ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങടാ. ഇതാണ് കാടൻ ഫസൽ. കാടൻ ഫസൽ എന്ന് വെച്ചാൽ കാടൻ ഫസൽ ഒരു ഹിസ്റ്ററി കുറേ ഉണ്ട്. പിന്നെ ഓരോ മംഗലിനെ കഴിഞ്ഞോണ്ട് ഞാൻ പിന്നെ ഒന്നും പറയുന്നില്ല കേട്ടാ. എൻ്റെ നാട്ടുകാരനും അയൽവാസിയും ചെറുപ്പത്തിൽ മുതൽ പുഴയ്ക്ക് കുടിക്കാൻ പോകുമ്പോൾ ഇല്ലില്ല ഇരുട്ടിക്കാർക്കെല്ലാം ഹിസ്റ്ററി ഞാൻ പറയുന്നില്ല കേട്ടാ. ഞാൻ ഒരു വേറൊരു നല്ല താടിയിൽ വെച്ച ബ്രോം കൂടി ഉണ്ട്. ബ്രോ പേര് പറഞ്ഞോ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇൻട്രോ പറയാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാനിപ്പോൾ ഉള്ളത് ഖത്തറിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഖത്തർ വീഡിയോ അവസാനിപ്പിച്ചിരുന്നു. ഡിലീറ്റ് ആയിപ്പോയതുകൊണ്ട് ഈ എപ്പിസോഡ് ഡിലീറ്റ് ആവില്ല. കാരണം എല്ലാ സ്ഥലത്തും റിക്കവറി വെച്ചിട്ട് നല്ല 2-3 സാധനം കോപ്പി വേസ്റ്റ് ആക്കി വിടുന്നുണ്ട്. അപ്പം ഫസൽ എനിക്ക് വാങ്ങിത്തരുന്ന വില കൂടിയ ഭക്ഷണം കഴിച്ചിട്ട് ഫസൽ എനിക്ക് അറേഞ്ച് ചെയ്തിരുന്ന വില കൂടിയ ഹോട്ടലിൽ മുന്തിയ ഇനം എന്താ പറയുക ആ ഒരു സെറ്റിലപ്പോൾ ഇന്ന് കിടക്കാൻ പോകുന്നത്. എടി പോകുന്നത് അപ്പോൾ അല്ല ഇവന് ഏടെ വേണം പോകുന്നത് മാക്സിമം മുതലാക്കിയാക്കലുണ്ട് അല്ലേ. ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നത് ശരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ ഓൾറെഡി ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തിയാണ്. പക്ഷെ ആ ക്ലിപ്പ് റിമൂവ് ആയതുകൊണ്ട് നമുക്ക് ബ്രോ ഒന്നും കൂടി ബ്രോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു ഞാൻ പരിചയപ്പെടുത്തിയിട്ട് അത് മിസ്സായിപ്പോയി. ഷാക്കിർ ഖാൻ്റെ അടുത്ത് അൺഫോർച്യുനേറ്റ്ലി അത് ഡിലീറ്റ് ആയിപ്പോയി. ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ റൈസു അബ്ദുൾ റഹ്മാൻ മട്ടന്നൂർ പാലോട്ടോളിയിലാണ്. ഷാക്കിർ ഖാൻ്റെ നാട്ടിലാണ് കല്യാണം കഴിച്ചത്. അയ്യപ്പൻകാവിലാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കേട്ടോ. റൈസു എന്നാണ് പേര്. പാലോട്ടുപള്ളി കേട്ടോ, മട്ടന്നൂർ. നമ്മുടെ കണ്ണൂർ എയർപോർട്ടിന് അടുത്തൊരു 4 കിലോമീറ്റർ അത്ര ദൂരമുള്ളൂ കേട്ടോ. അപ്പം ബ്രോ ഇവിടെ ഉണ്ട്. ബ്രോനെ നമുക്കൊന്നും കൂടെ പരിചയപ്പെടാനുണ്ട്. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡ് നമുക്ക് എന്തായാലും വിശദമായിട്ട് പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം ഫസൽ ഓൻ്റെ വണ്ടി അവിടെ സൈഡായി കളിക്കുന്നുണ്ട്. നമ്മളങ്ങനെ പുറത്തേക്ക് പോകട്ടോ. ഈ വണ്ടിയിലാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് കാണുന്നത്. നല്ല കൊച്ചു മുതലാളിയാണ്. പിന്നെ ചങ്ങായിക്കാരുള്ള ലൈസൻസ് കൊടുത്തിന്. മാഫി മാലും ഡ്രൈവിംഗ് മാഫി മാലും കുല്ല് മുഷ്കില അടിച്ചു പാടാ. അപ്പൊ നമുക്ക് വിടാം. എവിടത്തേക്ക് നമ്മൾ പോകുന്നത് ബ്രോ? നേരെ നമുക്ക് ലുസൈൽ പുതിയ ഡൗൺ ടൗൺ ഏരിയ. ഖത്തറിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്യട്ടോ. അപ്പോൾ വന്ന അന്ന് രാത്രിക്കാണ് ഞാൻ ക്യാമറ എടുത്തെറിയും. കാരണം ഇവിടെ ഉള്ള സമയം കൊണ്ട് മാക്സിമം കവർ ചെയ്ത് നിങ്ങളെ കാണിക്കാൻ ഞാൻ നോക്കുന്നത്. വാടാ കാടാ നമുക്ക് പോകാലോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സനയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ ഇവിടെ കൂടിയിട്ടുണ്ട്. എക്സ്പ്ലോർ ഖത്തർ എല്ലാവരും ഹായ് പറഞ്ഞു. നമുക്കിനി ഇവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇവിടുന്ന് വെള്ളം വിടാം കേട്ടോ. നമുക്ക് അകത്തേക്ക് നോക്കാം. സംഭവം എന്താ പറയാ, അത്ര ആൾക്കാരൊന്നും പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങളൊരാളെ മീറ്റ് ചെയ്യാൻ പോയത് ഒരു ആവശ്യത്തിന്. അപ്പൊ നമ്മളെ ഈ ഒരു ഇവിടുത്തെ മീറ്റപ്പിന്റെ ആവശ്യം വേണ്ടിയിട്ടാണ്. പക്ഷെ ഇത്ര കാര്യം ആൾക്കാർ ഞാൻ പ്രതീക്ഷിച്ചില്ല. സംഭവം ഉഷാറായി. ആദ്യമായിട്ട് വന്ന് കയറി തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി. കയ്യൊന്നും തരില്ല പോയടാടേ. എന്തായത് അല്ല പണ്ട്, ഇപ്പൊ കയ്യൊന്നും തരില്ല. ഇല്ല. ഹായ് ബ്രോ. മാപ്പ് പറഞ്ഞല്ലോ. ഓരോ പേര് മനാഫ്. നമ്മള് മാപ്പ് വിളിക്കരുത്. ആയിടാ ഇത് നമ്മളെ നാട്ടുകാരെ പിള്ളേരാണ്. കേറ്റിക്കോ. ഇതെല്ലാം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഫ്രണ്ട്സ് ആട്ടോ. അപ്പൊ നമുക്ക് അതിൽ ഇറങ്ങിയിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് കാണാം.
നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്തണം. മിസ്റ്റർ മനാഫ്, നമ്മൾ മാപ്പേ മാപ്പേ എന്ന് വിളിക്കാം. മാപ്പേ അബു, മിസ്റ്റർ അബു. ആസിഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും വേണ്ടോ? അബു അങ്ങനെ വിളിക്കലേ, ഭീകരൻ അബു. ഷാനി സർ, ഷാനി ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മളെ നാട്ടുകാരൻ തന്നെയാണ്. ശരിക്കും പറഞ്ഞാലേ അബു അല്ല ഇവിടെ വെറുതെ ഈ ടൂറിന് വന്നതാണ്. ഒരു മികച്ച ട്രാവലർ ആട്ടോ, ഡിസ്ട്രിക്റ്റിലൂടെ കറങ്ങാൻ വന്നിട്ടുള്ളേ. നാട്ടുകാരെ കാണുമ്പോൾ സന്തോഷമില്ല, അത് വേറെ തന്നെ. നമ്മൾ ഏത് ഗുദാമിൽ പോയാലും നമ്മുടെ സ്വന്തം നാട്ടുകാരെ അവിടെ വെച്ച് കാണുമ്പോൾ അത് വേറെ തന്നെ സുഖാട്ടോ. ചിരിച്ചോ മാമ, ഇതെന്താ ഇത് ചിരിക്കാണ്ടെന്നൊരു കാര്യമുണ്ടോ? ആ വീഡിയോ എടുക്കാൻ നിന്നെ ആരും രണ്ടാളെ കണ്ടോട്ടെ. അങ്ങനെയെങ്കിലും നമ്മൾ ഒരുമിച്ച് പഠിച്ചു. ഇവൻ പഠിച്ചിട്ടാ, നീ പഠിച്ചിട്ടൊന്നുമില്ലല്ലേ? മനാഫെല്ലാം കുറച്ച് കൂടുതൽ പഠിച്ചു പോയി. ഞാൻ പഠിക്കാത്തതുകൊണ്ട് ഞാൻ നന്നായി പോയി. അപ്പൊ നമ്മളെ ഇവിടുന്ന് വേറെ ലൊക്കേഷനിൽ പോയി കുറച്ച് കാഴ്ചകൾ കൂട്ടിക്കടിക്കാൻ പറ്റും നോക്കട്ടെ കേട്ടോ. ഖത്തറിൽ വന്നു ആദ്യമായിട്ട് നമ്മൾ ലംബോർഗിനി കണ്ടിട്ടുണ്ട്. കേരളത്തിലുണ്ട്, പൃഥ്വിരാജിനുണ്ട്, എന്നാലും ഖത്തറിലെ ലംബോർഗിനി എന്ന് പറയുമ്പം. അപ്പം അതുപോലെ നമ്മുടെ മീറ്റപ്പ് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് ICCയിലെ അശോക ഹാളിൽ വെച്ചിട്ട്, അല്ല അശോക ഹാളിൽ വെച്ചിട്ട് നമ്മുടെ ലൈവ് വ്യൂ ഖത്തറാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. എല്ലാവർക്കും സ്വാഗതം. ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. എന്നെ കാണാൻ വേണ്ടി ആരും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാനൊരു വന്യമൃഗമല്ല. അതുകൊണ്ട് അപ്പോൾ എല്ലാവരും പാട്ടോ, നമുക്ക് ഉഷാറാക്കാം. 6 മണിക്ക് എത്തണം. 6 മണി മുതൽ 9 മണി വരെയാണ് പരിപാടി കേട്ടോ. അപ്പം ജോലി കളഞ്ഞിട്ടൊന്നും ആരും വരുമൊന്നും വേണ്ട, ഫ്രീ ആയിട്ടൊക്കെ ആൾക്കാരില്ല. അപ്പം നമുക്ക് കാണാം, അടിച്ച് പൊളിക്കാം ഒരു ദിവസം. നമ്മളിപ്പോൾ ഉള്ളത് ലുസൈൽ സിറ്റിയിലാണ്. ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ, അധികം മലയാളികൾ എക്സ്പ്ലോർ ചെയ്യാത്ത സ്പോട്ട് എന്നാണ് നമ്മൾ ബ്രോ പറഞ്ഞത്. നമുക്കിതിലും പോയി നോക്കാം. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഫുള്ള് കളർഫുൾ ബിൽഡിങ്ങാണ്, പൊളിച്ച് കേട്ടോ. വിചാരിച്ചോന്നല്ല, കംപ്ലീറ്റ് കളർഫുൾ ബിൽഡിങ്ങാണ്, നീലയും പച്ചയും വയലറ്റൊക്കെ ആയിട്ട് സൂപ്പർ. നമ്മളിപ്പോൾ ഇവിടെ എത്തി, നുസൈലിലെത്തി. ഇത് ചെറിയൊരു പാർക്കാട്ടോ. ഫാമിലീസൊക്കെ ഉള്ളിടത്ത് നമുക്ക് ക്യാമറ എടുത്ത് പുറത്തിടാൻ പറ്റില്ല, പ്രശ്നങ്ങളുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. നമ്മളെ ചന്ദ്രേട്ടൻ മുകളിലുണ്ട്. നമ്മളന്ന് സൂര്യേട്ടനെയാണ് കണ്ടത്. നമുക്ക് കുറച്ച് നടന്നു നോക്കാം. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന പോർഷൻ കണ്ടോ, ഇത് ശരിക്കും പേൾ ഖത്തർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല അടിപൊളി സീനറിയാണ്. ഈ ഏരിയ മുഴുവനും പേൾ ഖത്തർ എന്നറിയപ്പെടുന്ന കേട്ടോ. ചെറിയൊരു പുഴ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു തടാകം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ഭാഷ എന്ന് പറയുന്നത് ലുസൈലാട്ടോ. വണ്ടിയുടെ ഒക്കെ ഭയങ്കര ഡ്രിഫ്റ്റിംഗ് സൗണ്ടൊക്കെ കേൾക്കാം. വളരെ നല്ല അടിപൊളി കെട്ടിയിട്ട് നോക്കി, ചെരിച്ചിട്ടും മളിച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മളെ ചന്ദ്രേട്ടൻ നേരെ മുകളിലും കൂടി വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ല രസമാണ് കേട്ടോ. സായാഹ്നങ്ങളിൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാം. പിന്നെ ഇവിടെ ചായ കുടിക്കാനുള്ള സ്ഥലമുണ്ട്. അടിപൊളി കേട്ടോ, അടിപൊളി. നമുക്ക് അങ്ങോട്ട് നോക്കാം. ഒരു വണ്ടി കാണിച്ചിട്ടാ നീ കേട്ടോ. ഇത് സുസുക്കി ജിക്സറാണ്, ഇവിടുത്തെ ബൈക്കേഴ്സിൻ്റെയാണ്. ഖത്തറിലെ ലോക്കൽസിന് കേട്ടോ. ഒരുപാട് ബൈക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന് വേണ്ടി കേട്ടോ. മാഫി അറബി, ഇറ്റ്സ് മലയാളം. ഐ നോ അറബി. വാട്ട്സ് യുവർ നെയിം? ഇസ്മു Malal. And yours? Abdullah. Okay, Abdullah. You have a nice bike. Thank you. And from my subscribers, hello. നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യണം മൊത്തത്തിൽ. ഇവിടെ നല്ല അടിപൊളി ചായ ഒക്കെ കിട്ടുന്നുണ്ട്. എങ്ങനെയുണ്ടാ? അടിപൊളിയല്ലേ? ശരിക്കും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് പിന്നെ നിങ്ങൾക്ക് ചായ ഒക്കെ കുടിച്ച് ഇതൊക്കെ കണ്ട് ഉഷാറാക്കാം. ഖത്തറിലുള്ള ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ലുസൈൽ സിറ്റിയിലെ കനാൽ സൈഡ് കേട്ടോ, കനാൽ സൈഡ് പോവാം, ഉഷാറാക്കാം നമുക്ക്. നല്ല അടിപൊളിയാട്ടോ, നല്ല പീസ്ഫുൾ ആയിട്ട് ഇരുന്നിട്ട് നല്ല ചായ കുടിച്ചിട്ട് പോവാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പം തിരിച്ചു പോകുന്നുണ്ട്. ശരിക്കും ചില സ്ഥലങ്ങളിൽ കുടുംബമായിട്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവിടെ ക്യാമറ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. അത് ഈ അറബ് രാജ്യങ്ങളിൽ നമ്മൾ ക്യാമറ ഷൂട്ട് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും നോക്കണം. നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാമറ എടുത്ത് ചറവറ കാണിക്കാം. പക്ഷേങ്കിൽ ഇവിടെ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു ഫാമിലി അതുവഴി പോകുന്നുണ്ടെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം, കാരണം അവരുടെ പ്രൈവസി നമ്മൾ നോക്കണ്ടേ. ഇനി നമ്മൾ പോകുന്നത് എടുത്തേക്കാം റൂമിലേക്കല്ലോ. ഇനി നമ്മൾ നേരെ പോകുന്ന റൂമിലേക്ക് കേട്ടോ. ഫസൽ തരുന്ന വില കൂടിയ ഭക്ഷണം കഴിച്ച് ഫസൽ തരുന്ന ഒരു ബെഡിൽ പട്ട് മെത്തയിൽ ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോകാണ്.
tomorrow. അതെ 6-ാം തീയതിയാണ് രാവിലെ ഒരു 10 മണിയായി. സംഭവം ഇന്നലെ ഞാൻ നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. എഡിറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല, റെക്കോർഡിംഗ് വരെ നടന്നിട്ടില്ല. കാരണം അറിയാലോ, ഖത്തർ എന്ന് വെച്ചാൽ ഇന്ത്യയെ അപേക്ഷിച്ച് 2.5 മണിക്കൂർ സ്ലോ ആണ്. ഇവിടുത്തെ രാത്രി 10 മണി എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ 12:30 മണിയാണ്. അപ്പം നാട്ടിൽ ശരിക്കും ഒരു 11 മണി 12 മണിക്ക് കിടന്നുറങ്ങുന്ന ഞാൻ ഇവിടുത്തെ 10 മണിയായപ്പോൾ, ഓർക്കണം ഞാൻ ഇത്ര ദിവസം നാട്ടിലാണ് താമസിച്ചത്, അപ്പം ഇവിടുത്തെ 10 മണിയാകുമ്പോൾ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. 11-12 മണി വരെ ഞങ്ങൾ പുറത്തായിരുന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നാട്ടിലത്തെ 1 മണി 2 മണിയൊക്കെ ആയി. പിന്നെ ഒന്നും പറ്റില്ല, ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു, കിടന്നുറങ്ങി. അപ്പോൾ ആദ്യമായിട്ട് ഗൾഫിൽ വരുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമായിട്ടത്. അത് ഒരു ദിവസം ഇവിടെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരു ഡേ ഇവിടുത്തെ ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ലെവലായിക്കോളും. ഇവിടുത്തെ കാലാവസ്ഥയില്ലേ ഇപ്പം ശരിക്കും നല്ലൊരു കാലാവസ്ഥയുണ്ടാവും, ചൂടില്ലാത്തൊരു കാലാവസ്ഥ. അപ്പം ഡിസംബർ ആകാനായില്ലേ, ഇപ്പം ഡിസംബറിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പം ഞാൻ ശരിക്കും എൻ്റെ വണ്ടി റൈഡ് ചെയ്യുമ്പം എനിക്ക് തണുപ്പ് എനിക്ക് വിഷയമല്ല, മൈനസിലായാലും ഞാൻ വണ്ടി ഓടിക്കും. കാരണം റൈഡിങ് ഗിയേഴ്സ് കിട്ടും, നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ എങ്കിൽ ചൂടായി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല കേട്ടോ. ചൂടാകുമ്പം അതിനോട് ഇന്നറൊക്കെ അയച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് കാറ്റടിക്കുമ്പോൾ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും നവംബറിൽ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം നവംബർ ഡിസംബർ എനിക്ക് GCC ആ ഒരു കാലാവസ്ഥയെല്ലാം കവർ ചെയ്ത് കിട്ടും. പിന്നെ ഒരു മാർച്ച് ഏപ്രിലൊക്കെയാണ് ശരിക്കും യൂറോപ്പിൽ എൻ്റർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് വക്ര സൂക്കിൻ്റെ ഫ്രണ്ടിലാണ്. സമയം ഒരു 10:30 മണിയായി. അപ്പം ഇവിടെ ശരിക്കും വൈകുന്നേരങ്ങളിലാണ് കാണാൻ പറ്റേണ്ടത്. പക്ഷേ വൈകുന്നേരങ്ങളിൽ തിരക്ക് കൂടുമ്പോഴേ ഫാമിലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ക്യാമറ എടുത്തത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞു നമുക്ക് രാവിലെ തന്നെ വരാം. അപ്പം ഞങ്ങളിവിടെ എത്തി, അകത്തൊക്കെ കയറി ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം നമുക്ക് ഈ അടുത്ത സൈഡ് മീറ്റ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റാണ്, വലത്തെ സൈഡ് ഫിഷ് മാർക്കറ്റ് കേട്ടോ. മണം അടിക്കുമ്പോൾ മനസ്സിലാവും ഫിഷ് മാർക്കറ്റ്. പക്ഷേ ഭയങ്കര ട്രഡീഷണൽ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സംഭവം സൂപ്പർ ആട്ടോ, നിലത്ത് നല്ല ടൈൽസിലിട്ട് സ്റ്റൈലാക്കിയിട്ടുണ്ട്. വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. എല്ലാ ഭാഗത്തു നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഒരേ ആംഗിൾ, ചുമരായിക്കോട്ടെ അല്ലെങ്കിൽ സൈഡായിക്കോട്ടെ. നോക്കിക്കോ നിങ്ങൾ, ഇതാണ് ചുമര് വരുന്നത്. അപ്പം നമുക്ക് ശരിക്കും ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ റൂട്ട് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള നല്ല ട്രഡീഷണൽ ബോർഡിലാണ് ഇവർ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ ഹെറിറ്റേജ് ആൻഡ് ആൻറ്റിക് മാർക്കറ്റ്, ഇത് പഴയ കാലത്തെ ഖത്തറിൻ്റെ സാധനങ്ങൾ. ഇതേപോലെ തന്നെയാണ് ശരിക്കും ഫിഷ് മാർക്കറ്റും എല്ലാം ഇതേ മോഡലാണ് ബോർഡ് വരുന്നത്. ഇതിപ്പോൾ ഒരു കടയാണ്, കടയല്ല ഒരു ആൻറ്റിക് മാർക്കറ്റിലേക്ക് പോകുന്ന എൻട്രൻസ് കേട്ടോ. ഒരേ ടൈപ്പിലുള്ള ബിൽഡിങ്സ്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള കടകൾ. ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ശരിക്കും രാവിലെ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ആൾക്കാരില്ലാത്തത്. വൈകുന്നേരങ്ങളൊക്കെ നല്ല തിരക്കായിരിക്കും, നല്ല റഷ് ഏരിയ ഇത്. വൈകുന്നേരം ആകുമ്പോൾ എനിക്കിങ്ങനെ ക്യാമറ നോക്കി പിടിച്ച് നടക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ നോക്കിയോ, ഇത് കാർ പാർക്കിങ്ങിൻ്റെ ബോർഡിനൊക്കെ ഓക്കെ നല്ല മരത്തിനൊക്കെ ഉണ്ടാക്കിയ ബോർഡാട്ടോ. ഇവിടെ സീ സൈഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സീ സൈഡാണ്, കടലിൻ്റെ കാർക്കൊക്കെ പോകുന്നത്. നമ്മൾ അങ്ങോട്ടൊക്കെ നടന്നിട്ട് പോകുന്നത്, ഞാനും എൻ്റെ നിഴലും. എത്തിയിട്ട് എത്തുന്നില്ലേ? ഇതന്നെയാണല്ലോ കാഴ്ചകൾ കണ്ടോണ്ട് നിൽക്കുന്നത്. അല്ല മോനെ, ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോയപ്പോൾ നമ്മൾ ഇതുപോലെ ബോർഡ് നോക്കിയിട്ട് തിരിച്ചു പോകണല്ലേ? ഓക്കെ. ഈ പണ്ടിലൊരു ഗെയിം ഉണ്ടായിരുന്നേ, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലിട്ട് പുറത്ത് എസ്കേപ്പ് ആവുന്ന ടൈപ്പ്, അതുപോലെ ഉണ്ട് കേട്ടോ. മുകളിലോട്ട് നോക്കി കഴിഞ്ഞാലും താഴോട്ട് നോക്കിയാലും സൈഡ് നോക്കിയാലും ഒരേ സാധനങ്ങൾ. വൗ, എൻ്റെ മോനെ, ഒരു നോക്കിയേ ഈ ഒരു ഫ്രെയിം നിങ്ങൾ നോക്കിയോ, നല്ലൊരു ഫ്രെയിമിലാക്കണം നമ്മൾ പോകുന്നത്. ഇതാണ് സീ സൈഡ്. പക്ഷേ ഈ കാണുന്ന റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പോൾ ക്ലോസ് ആട്ടോ, ആരും ഇല്ലാത്തതുകൊണ്ട്. വൈകുന്നേരങ്ങളൊക്കെ ഓപ്പൺ ആവും. നല്ല നടപ്പാണ് കേട്ടോ, ഇരിക്കാനൊക്കെ നല്ല, നടക്കാനൊക്കെ നല്ല വൃത്തിയുള്ള കല്ലുകൾ. ഇത് മാർബിളല്ലേ ബ്രോ? ഇത് മാർബിൾ ടൈപ്പ് ആക്കിയിട്ട്. ഇദ്ദേഹം പറഞ്ഞത് ഈ ഏരിയയിൽ വീഡിയോ ക്യാമറ അലൗഡ് ഇല്ല, ഫാമിലി വന്നു കഴിഞ്ഞാൽ അലൗഡ് ഇല്ല എന്നിട്ടോ പറഞ്ഞത്. ഫാമിലി ഇല്ലാത്ത ടൈമാണല്ലോ നമ്മൾ വെയിലത്ത് കഷ്ടപ്പെടുന്നത്. ഇതാണ് കടൽ നമുക്ക് മുമ്പിലുള്ളത്. പിന്നെ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ ബീച്ച് ചെയർസിൽ ടയറൊക്കെ ടൈപ്പ് വരുന്നത്.
വക്രയെ വറയ്ക്കാം. അപ്പോൾ ഇതാണ് ശരിക്കും വക്ര സൂക്കിൻ്റെ സീ സൈഡ്. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാനൊക്കെയാണ് വൈകുന്നേരം വരാം കേട്ടോ. ഈ നട്ടപ്പോൾ ഒരു വെയിൽ തോന്നുന്നൊരു കാര്യമില്ല. ഞാൻ പിന്നെ വെയിൽ തോന്നുന്നത് ഞാൻ പറഞ്ഞില്ല. പല സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ റെസ്ട്രിക്ഷൻ ഉണ്ട്, അതാണ് പ്രശ്നം. അങ്ങനെ നമ്മൾ ആ ബീച്ചിൽ നിന്ന് ഇറങ്ങി, കാരണം വെയിൽ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ബ്രോ ഇനി നമ്മൾ എങ്ങോട്ടൊക്കെ പോകണേ? ഈ സൂക്കിന് തന്നെ വേറെ ഒരു പാട്ടുള്ള ബീച്ചും കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. വൈകുന്നേരങ്ങളിലേക്കല്ല? വൈകുന്നേരം വേണമെങ്കിൽ വരാം. ഓക്കെ 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 ഫൈൻ. നമുക്ക് എന്താ ഒന്നും കൂടി വരാം. പക്ഷേങ്കിൽ നിങ്ങൾ കാണില്ല, ഞാൻ എന്തായാലും ക്യാമറ എടുക്കില്ല കേട്ടോ. വന്ന് എൻജോയ് ചെയ്തിട്ട് പോകും. കാണിച്ചാലും തീരാതെ ഒരു എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഈ ആഫ്രിക്കയിലെ മൊംബാസയിലൊരു സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അതിലൂടെ നടക്കുന്ന പോലെ കേട്ടോ. നിങ്ങൾ നോക്കിയത് ഇതിപ്പോൾ നമ്മളെ പഴയ കാലത്തിലെ ഉരുണ്ട കമ്പിയില്ലേ, ഉരുണ്ട കമ്പി മരങ്ങൾ, ആ ഒരു ട്രഡീഷൻ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഷോപ്പുകളാണ്, സൂക്കിനകത്തുള്ള ഷോപ്പുകളാണ്. യുട്ടൻസൈൽ മാർക്കറ്റ് ഓക്കെ. ഞങ്ങളേതായാലും ഇവിടുന്ന് പോവാട്ടോ. ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. കാരണം ഒരാൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പം വോളിബോൾ കോർട്ടും അതുപോലെ പ്ലേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് സമയം എടുക്കും. ഈവനിങ് വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പം വേറെന്താ പറയുക, ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഖത്തർ ശരിക്കും ഒരു കുഞ്ഞു രാജ്യമാണെങ്കിൽ തന്നെ ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം ഞാനൊരു 10 ദിവസമാണ് ഇവിടെ ഉള്ളത്. ഇനി 8 ദിവസം കൂടി ഉള്ളൂ. 8 ദിവസം കൊണ്ട് ഒരു 5 എപ്പിസോഡെങ്കിലും മാക്സിമം ഖത്തറിൽ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം കേട്ടോ. അപ്പം എല്ലാവരോടും 15-ാം തീയതി 16-ാം തീയതി വരെ 16-ാം തീയതി വരെ നമുക്ക് ഖത്തർ വീഡിയോസ് ആയിട്ട് പോവാം. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആമിനയുമായിട്ടുള്ള യൂറോപ്യൻ വീഡിയോസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പം ശരി ഗൈസ്, വേറെ ഒന്നും പറയല്ല, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.